ഈ കമ്പനി ഇടപാടുകളെ ന്യായീകരിച്ച് CPM രംഗത്തെത്തുന്നു. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 കമ്പനികൾ തമ്മിലുള്ള വ്യവഹാരം മാത്രമാണ്, ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത് ലോക്സഭ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കുപോക്കാണെന്ന് പറയും. ഇങ്ങനെ എത്ര കാലം പിടിച്ചു നിൽക്കാനാകും ഈ വാക്കുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് CPM-നും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളവർക്ക്? തീർച്ചയായും അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. കാരണം ഇതിൻ്റെ അന്വേഷണം അതിൻ്റെ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇത് കോടതിയിൽ നിലനിൽക്കുന്ന കേസല്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി അക്കാര്യങ്ങൾ പറയാനാവില്ല. പക്ഷേ കോടതി ഈ എക്സാലോജിക്കിൻ്റെ ആവശ്യം നിരാകരിച്ചാൽ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും. ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ അന്വേഷണം AKG സെൻറ്ററിലേക്ക് നീളും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എക്സാലോജിക്കിൻ്റെ മേലുവിലാസം നൽകിയിരിക്കുന്നത് AKG സെൻറ്ററാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും പോകും. അപ്പോൾ തീർച്ചയായും CPM-ന് ഇത് വലിയൊരു തലവേദനയായി മാറും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സാലോജിക്ക് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന CPM വിലയിരുത്തുകയാണ്. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സീതാറാം യെച്ചൂരി കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിലും എക്സാലോജിക്കിന് എതിരായ അന്വേഷണത്തെ എങ്ങനെ മറികടക്കാം, ഈ വരുന്ന അന്വേഷണങ്ങളെ അല്ലെങ്കിൽ ഈ വരുന്ന ചോദ്യം ചെയ്യലുകൾ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കും, അതിനെ എങ്ങനെ മറികടക്കാം, അതിൻ്റെ തന്ത്രങ്ങളാണ് പാർട്ടി ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി സെക്രട്ടറിയും AK ബാലനും ഒക്കെ പറഞ്ഞത് ഇത് BJP രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം അന്വേഷണങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ പറഞ്ഞു നിൽക്കാനാവില്ല. കൃത്യമായ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എക്സാലോജിക്ക് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വീണ വിജയനും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പ്രതിസ്ഥാനത്താകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രജനി, ശരി, എന്തായാലും ന്യായീകരണങ്ങൾ വീണ്ടും ഉന്നയിക്കുക തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് എക്സാലോജിക്കിനെ വീണ വിജയനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് SFI മുന്നോട്ട് പോകുന്നത്. വീണ വിജയന് സമൻസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ന്യായീകരണവുമായിട്ട് CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. എക്സാലോജിക് ഇടപാട് വ്യക്തമായ കണക്കുകളെ ബാങ്കുകളുടെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. രേഖ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള ശില്പശാലയ്ക്ക് വേണ്ടിയെന്നും CPM പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ അറിയാൻ കഴിയും എന്നുള്ള കാര്യവും കൂടി സ്ഥിരമാണ്. MK വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.